2020 ഒക്ടോബർ 26, സ്ഥലം തിരുവനന്തപുരം. നഗരത്തിലെ ഒരു പോഷ് ഹോട്ടലിൽ വെച്ച് അതീവ രഹസ്യമായൊരു കൂടിക്കാഴ്ച നടക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ 3 പേരാണ് പങ്കെടുത്തത്. 1 അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരനായ ഡി മണി, 2 ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി, 3 ശബരിമലയുടെ ഭരണ ചുമതലയിലുള്ള ഒരു അതിശക്തനായ ഉന്നതൻ. ഈ മീറ്റിംഗിൽ വെച്ചാണത്രേ വിഗ്രഹങ്ങൾക്കായുള്ള പണം കൈമാറിയത്. മണി ചെന്നൈയിൽ നിന്ന് വിമാനമാർഗമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കോടികളാണ് അന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ആ പണം കൈപ്പറ്റിയത് ശബരിമല ഭരണസമിതിയുമായി അടുത്ത ബന്ധമുള്ള ആ ഉന്നതനാണ്. ഭഗവാന്റെ വിഗ്രഹം വിറ്റ് കിട്ടിയ പണം കൊണ്ട് ആ ഉന്നതൻ എന്ത് ചെയ്തു കാണും? ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥ തോന്നില്ലേ? നമ്മൾ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, 41 ദിവസം നോമ്പ് നോറ്റ് മല ചവിട്ടുന്ന ഭക്തർ ഇവിടെ വിഡ്ഢികളാവുകയാണ്. ആ ഉന്നതൻ അന്വേഷണ സംഘത്തിന് വ്യക്തമായി അറിയാമെന്നാണ് സൂചനകൾ. എന്നാൽ ആ പേര് പുറത്തു പറയാൻ ആയിട്ടില്ല. എന്തായാലും കേരള രാഷ്ട്രീയം തന്നെ ഇളകി മറിയുന്ന ഒരു പേരാണത്.